20+ എംപ്ലോയീസ് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാർക്കറ്റിംഗ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറീസും കാര്യങ്ങളും വന്നിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഏകദേശം 4000-ഓളം ആൾക്കാരെ നമുക്ക് മലേഷ്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയിട്ട് പ്രോഫിറ്റ് ആ ഒരു ചാനൽ നമുക്ക് കിട്ടാറുണ്ട്. ആ എമൗണ്ടുകൾ നമുക്ക് മറ്റു പല കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റി. ഒരു 10 കോടിയോളം ടേൺ ഓവറിൽ ക്ലോസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഈ വർഷം തന്നെ മലേഷ്യയിൽ നമ്മുടെ ഓൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബിഗ് താങ്ക്സ് ടു ഒറാക്സിസ്. ആക്ച്വലി നമ്മൾ ഒരു 4 ഫ്രണ്ട്സ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണിത്. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോൾ 20+ എംപ്ലോയീസ് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഒരു 10 കോടിയോളം ടേൺ ഓവറിൽ ക്ലോസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ 4 പേരും. അപ്പോൾ മറ്റുള്ളവരുടെ യാത്ര കൂടെ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരൊറ്റ വർഷം കൂടെ തന്നെ ഒരു ഏകദേശം 5000-ഓളം പേർക്കുള്ള ടൂർ കാര്യങ്ങൾ സർവീസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ആക്ച്വലി ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മുടെ കൂടെ തുടക്കം മുതലേ ഉള്ളവരാണ് ഈ ഒറാക്സിസിന്റെ ടീം. അപ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സൈലസ് എന്നുള്ള സംരംഭം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് മുന്നിൽ വന്ന ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇങ്ങനെ മാർക്കറ്റിംഗിന്റെ A to Z കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇവർക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്ത് ഡൽഹിയിലുള്ള ഏജൻസി ആയിരുന്നു. അവരാകുമ്പോൾ മീൻസ് ഇതിന്റെ നോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പാർട്ട്ണറാണ് സജസ്റ്റ് ചെയ്തത് കേരളത്തിലൊരു ഏജൻസിനെ നോക്കാൻ. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈസി ആയിരിക്കും. ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്ത ഒരു 2-3 കമ്പനികളിൽ ഒന്നായിരുന്നു ഒറാക്സിസ്. അങ്ങനെ ഈ ഒറാക്സിസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടെന്ന് അവർ നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഈസി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒറാക്സിസ് നമുക്ക് കറക്റ്റ് കാര്യങ്ങളാണ് അന്ന് പറഞ്ഞു തന്നിരുന്നത്. ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷനും കറക്റ്റ് ഗൈഡൻസ് തന്നത് നമ്മൾ ഈ ഒറാക്സിസ് ടീമാണ്. ഞങ്ങൾ ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. പക്ഷേ ഒറാക്സിസ് പറഞ്ഞ പ്രകാരം നമുക്ക് അത്രയും പൈസ നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ എമൗണ്ടുകൾ നമുക്ക് മറ്റു പല കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റി. അതായത് നമ്മളെ സ്റ്റാഫ് സാലറി, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, അതർ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എല്ലാത്തിനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ വിചാരിച്ച ആ എമൗണ്ട് അത് നമുക്ക് SEOയിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത സമയത്ത് അത് നല്ല റിസൾട്ടായി മാറി. ഈ ഒരു ആദ്യ വർഷത്തിൽ തന്നെ നമ്മൾ ഇവർ പറഞ്ഞ സ്ട്രാറ്റജിയിലൂടെ പോയതുകൊണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറീസും കാര്യങ്ങളും വന്നിരുന്നു. അത് നമുക്ക് വലിയൊരു നേട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ CKCയുടെ ഈ വർഷത്തെ ഗ്ലോബൽ കോൺഫറൻസ് മീറ്റ് നമ്മൾ മലേഷ്യയിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. നമുക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാരെ നമുക്ക് ഒരേപോലെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റിയെന്നതാണ് ഇതിൽ ചെയ്തൊരു വലിയൊരു കാര്യം. ഇവരെ എല്ലാവരും നമുക്ക് 100% സാറ്റിസ്ഫിക്കേഷൻ കൂടെ നമുക്ക് അവരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ പറ്റി. അത് നമുക്ക് വലിയൊരു നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മളെ സൈലസിന്റെ ഭാഗത്തുനിന്ന് തന്നെ വലിയൊരു നേട്ടമാണ് നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഏകദേശം 4000-ഓളം ആൾക്കാരെ നമുക്ക് മലേഷ്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മളെ ഏജൻസി നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവർ പ്രോപ്പർ ടൈമിൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം തരാറുണ്ട്. ആ ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മന്ത്ലി മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയിട്ട് പ്രോഫിറ്റ് ആ ഒരു ചാനൽ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ SEOയുടെ കാര്യത്തിലാണെങ്കിൽ ഇവർ ഫസ്റ്റ് ടൈം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ടൈം എടുക്കും റിസൾട്ട് കിട്ടാൻ. അവർ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ഏകദേശം നമുക്കൊരു 4 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത ഏരിയാസിൽ ആ സർവീസിലേക്ക് തന്നെയാണ് നമുക്ക് എൻക്വയറീസ് വന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ടും അതിൽ എൻക്വയറീസും കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ നടന്നിട്ടുണ്ട്. ഇന്നത്തെ വർഷം തന്നെ പ്രോഫിറ്റോട് കൂടെ ക്ലോസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് നമ്മുടെ കമ്പനി phase 1 നിന്ന് phase 2ലേക്ക് ഇപ്പോൾ ചേഞ്ച് ആവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ മാറ്റി പുതിയ വെബ്സൈറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോട്ട്സ്റ്റാർ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തൊട്ട് ആഡ് റൺ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് പേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം VKC പോലെ ഇന്ത്യയിലൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഇവന്റ് നമുക്ക് ഏകദേശം ഒരു 500 പേരോളം വരുന്ന ഇവന്റ് നമുക്ക് മലേഷ്യയിൽ വെച്ച് നടത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വർഷം തന്നെ മലേഷ്യയിൽ നമ്മുടെ ഓൺ കമ്പനി
സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു കുറച്ച് ടൈം കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാനാണ് തീരുമാനിച്ചത്.